രാഹുൽ മാങ്കൂട്ടത്തില് ഒരു വഷളനാണോ എന്നാണല്ലോ നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം അല്ലെ. അപ്പം അതിൽ 3 പേരാണ് ഇപ്പൊ മുന്നോട്ട് വന്നിട്ടുള്ളത്. 3 സ്ത്രീകളും പിന്നെ ഒരു ട്രാൻസ്ജെൻഡർ വുമനും ആയിട്ടുള്ള 4 പേരാണ് ഇപ്പം രാഹുലിനെതിരെ രൂക്ഷമായിട്ട് മുന്നോട്ട് വന്നത്. എല്ലാവരും ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഈ സമയം വരെയാണ് മുന്നോട്ട് വന്നത്. അപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുകയെന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ ആളുകളൊക്കെ രാഹുലുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ രാഹുലുമായിട്ടുള്ള ആ ഒരു റിലേഷൻ വെച്ച് കാത്തു സൂക്ഷിക്കുന്നത് വർഷങ്ങളായിട്ടാണ്. ഒരാൾ 2020 മുതലുള്ള ബന്ധങ്ങളാണ്, അല്ലെങ്കിൽ 2020 ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് രാഹുൽ ഉണ്ടാക്കിയ കുട്ടിനെ അങ്ങോട്ട് ഒഴിവാക്കുക എന്ന് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ആള് കഴിഞ്ഞ 3.5 വർഷങ്ങളായിട്ട് രാഹുലുമായിട്ട് നല്ല സുഹൃത്ത് ബന്ധത്തിലും നല്ല രീതിയിൽ ഫോണിലൂടെയും അല്ലെങ്കിൽ വാട്സപ്പിലൂടെയൊക്കെ ചാറ്റ് ചെയ്ത്, ടെലഗ്രാമിലൂടെയൊക്കെ ചാറ്റ് ചെയ്ത് ജീവിച്ച ഒരാളാണ്. മൂന്നാമത്തെ ആള് കഴിഞ്ഞ വർഷം ഏതോ ഒരു സമയത്ത് രാഹുലിനോട് ഒരു ശ്രീലങ്കൻ യാത്രാ കഥ പറഞ്ഞു വന്ന ഒരാളാണ്. 4ാമത്തെ ആള്, അതായത് ട്രാൻസ്ജെൻഡർ വുമൺ എന്ന് പറഞ്ഞിട്ടുള്ള ആള്, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്, ഒരു 10 മാസം ആണെന്ന് തോന്നുന്നു, 10 മാസങ്ങളായിട്ട് രാഹുലുമായിട്ട് എപ്പോഴും രാത്രി സമയങ്ങളിലും അല്ലാത്ത പകൽ സമയങ്ങളിലും ഒക്കെ ചാറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ആർക്കും ഇതുവരെ പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അതിന് കുറ്റം പറയില്ല കേട്ടോ. ആർക്കും പറഞ്ഞ പോലെ 3 വർഷവും 4 വർഷവും 10 മാസമായിട്ട് രാഹുലായിട്ട് ബന്ധമുള്ള ആർക്കും രാഹുലിന് ഇതുവരെ പരാതി ഉണ്ടായിരുന്നില്ല. ആരും രാഹുലിന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടില്ല. അതല്ലെങ്കിൽ രാഹുലിനോട് എതിർത്ത് സംസാരിച്ച് നമ്പർ ബ്ലോക്ക് ചെയ്ത് ആരും ഇതുവരെ മറ്റൊരു സ്ഥലത്തോട്ട് ഒരു കംപ്ലൈന്റുമായിട്ട് വന്നിട്ടില്ല. അപ്പം അതൊരു കുറ്റമാണെന്നല്ല പറയുന്നത്. നമ്മൾ ഒരു കാര്യം നോക്കുന്ന സമയത്തെ നമ്മളെല്ലാം നോക്കണമല്ലോ. ഇനി ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഒരാള് ശബ്ദ സംഭാഷണമൊക്കെ നമ്മൾ കേട്ടു. അതായത് രാഹുൽ പറയുന്നുണ്ട്, കുട്ടീൻ്റെ അച്ഛൻ ഞാൻ ആയിക്കോളാം, ഞാൻ ഏറ്റെടുത്തോളാം, അപ്പൊ അവർക്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല, ഞാൻ നോക്കിക്കോളാം, കൊച്ചു വലുതാവുമ്പോൾ ഞാൻ അച്ഛൻ നിന്നെ ചൂണ്ടിക്കാണിച്ചോളാം എന്നാണ് ഒരാൾ പറയുന്നത്. അത് റിപ്പോർട്ടർ മാത്രമേ പുറത്തു വിട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ റിപ്പോർട്ടർ പുറത്തുവിട്ട ശബ്ദ രേഖകൾ എടുത്തിട്ടാണ് ബാക്കിയുള്ള എല്ലാ ചാനലുകളും പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് റിപ്പോർട്ടറിന് മാത്രം അറിയാവുന്ന ഒരാളാണ്. അവർക്കും പരാതിയായിട്ടൊന്നും അവർ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. അവർക്ക് വേണ്ടി പരാതി കൊടുത്തത് ഏതോ ഒരു അഭിഭാഷകനാണ് എറണാകുളത്ത് പോയി പരാതി കൊടുത്തത്. അപ്പം അവിടെ ഈ പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ ഒരു കൊച്ചുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ 2020 ചാറ്റുകളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ കൊച്ചിന് ഇപ്പൊ ഉണ്ടെങ്കിൽ ഒരു 4.5 വയസ്സുണ്ടാവും എങ്ങനെയായാലും അല്ലെ. 4.5 വയസ്സൊക്കെ എന്തായാലും കാണണം. അപ്പം വളരെ ഈസിയാണ് അവർ പരാതിയായിട്ട് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ കൊച്ചിനെ കാണിച്ചുകൊണ്ട് DNA ടെസ്റ്റ് എടുത്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് രാഹുലിനെ പെടുത്താൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട്. ഇനി കൊച്ചിനെ ഇല്ലാണ്ടാക്കി, 2020 തന്നെ ഇല്ലാണ്ടാക്കിയെങ്കിൽ ഒരു 4-5 വർഷം കഴിഞ്ഞപ്പം അവർക്കൊരു ബോധോദയം വന്നതാണെങ്കിൽ, അത് കറക്റ്റ് റിപ്പോർട്ടറിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, റിപ്പോർട്ടറിലെ നമ്മുടെ അരുൺ കുമാറും നമ്മുടെ സുജയ പാർവതിയും ഒക്കെ അത് ഭയങ്കര ഘോരം അത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. അപ്പോൾ അവർ തെളിവൊക്കെ ആയിട്ട് വരട്ടെ അല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ അതിനെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ കേസ് അവിടെ നിൽക്കട്ടെ. പിന്നെ വന്ന കേസ് ഒരു യുവ നടിയാണ്, എഴുത്തുകാരിയാണ്, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലും മീഡിയ വണ്ണിലൊക്കെ വർക്ക് ചെയ്തെന്ന് പറയുന്നുണ്ട്. ഇവരുടെ സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. യുവ നടിയായിട്ടുള്ള നടി ഇതുവരെ ഒരു നായികയായിട്ട് ഒരു സിനിമയിലും എവിടെയും കണ്ടതായിട്ട് ഓർക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പത്രമാധ്യമങ്ങളിൽ വർക്ക് ചെയ്തായിട്ടുള്ള കാര്യങ്ങളൊന്നും ആരും എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ പറയപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും അവർക്കുള്ള പരാതി എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായി തരാം. അവർക്കുള്ള പരാതി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതാണ് അവരുടെ പരാതി. അതിനെന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ തുറന്നു പറഞ്ഞത് എൻ്റെ പേഴ്സണൽ വിഷയമായിട്ടല്ല. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് 2-3 അശ്ലീല സന്ദേശങ്ങൾ വന്നു, ഞാനതിനെ ഇഗ്നോർ ചെയ്തു, ഞാനതിനെ നേരിട്ടു. എന്നെ സംബന്ധിച്ച് ഇത് എനിക്ക് വ്യക്തിപരമായിട്ടൊരു പ്രശ്നമേ അല്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് കേസായിട്ട് ഒന്നും മുന്നോട്ട് പോകാണ്ടിരുന്നത്. കേട്ടല്ലോ, കഴിഞ്ഞ 3.5 വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാൾ 3.5 വർഷങ്ങളായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പം പെട്ടെന്ന് ഇന്നലെ അവർക്ക് തോന്നി ഇതുപോലെ പലരുമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു മോശമല്ലേ, ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകൻ, ജനപ്രതിനിധി ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള പെട്ടെന്നുള്ളൊരു തോന്നൽ 3.5 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് വന്നതുകൊണ്ടും അവരത് പുറത്തോട്ട് വന്ന് പറയാണ്ടായിട്ടുള്ളത്. അപ്പം ഇതാണ് 2ാമത്തെ പരാതിയായിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ ആദ്യത്തെ പരാതി നമ്മൾ കണ്ടു. 3ാമത്തെ പരാതി എന്ന് പറഞ്ഞാൽ ഒരു യുവ എഴുത്തുകാരിയാണ്, പ്രവാസി എഴുത്തുകാരി, അങ്ങനെ തന്നെ പറയണം, പ്രവാസി എഴുത്തുകാരിയാണ്. CPM-ന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ഒരു സൈബർ സഖാവും കൂടാണ്. അത് നമ്മൾ ഇങ്ങനെ ഇൻവെർട്ടർ കോമയിൽ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈബർ സഖാത്തിയായിട്ടുള്ള ഒരു പെണ്ണ്. അപ്പം അവർ പറഞ്ഞ കംപ്ലൈന്റ് ഇതാണ്. ആ കംപ്ലൈന്റ് ഇങ്ങനെ പോകുന്നു. ഇന്നലെ വരെ എനിക്ക് ആ മനുഷ്യൻ്റെ അടുത്ത് രാഷ്ട്രീയ വിയോജിപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നലെ മുതലാണ് അയാളുടെ അടുത്ത് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം വരുന്നത്. അയാൾ ജൂൺ 9 ഞാൻ ശ്രീലങ്കൻ യാത്ര നടത്തുന്ന സമയത്ത് എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഫോട്ടോയ്ക്ക് ഒരു ഹാർട്ടിൻ്റെ ഇതിട്ടുകൊണ്ടാണ് മൂപ്പര് ഫസ്റ്റിൽ ചാറ്റ് തുടങ്ങിയത്. അപ്പം ശ്രീലങ്കയിൽ പോകാനുള്ള പ്ലാൻ ഉണ്ട്, അതിനെക്കുറിച്ച് അറിയണമെന്ന് പറഞ്ഞു. ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പം ആരെങ്കിലും അങ്ങനത്തെ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നോർമലി ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാറുണ്ട്. ബിക്കോസ് അവർ യാത്ര ചെയ്യാൻ താല്പര്യപ്പെട്ട് വരുന്ന മനുഷ്യനായിരിക്കും. അപ്പോൾ ഇയാൾക്ക് ശ്രീലങ്കയിൽ പോകാനാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ ഞാനതെല്ലാം വിശദീകരിച്ചു. ലാസ്റ്റ് നിലമ്പൂർ ഇലക്ഷനെ കുറിച്ച് പുള്ളി സംസാരിച്ചു.
ആ കോൺവെർസേഷൻ അവസാനിക്കുന്നത് നിലമ്പൂർ ഇടത് സ്ഥാനാർത്ഥി തോൽക്കുന്നു പറഞ്ഞിട്ടാണ്. അത് തീർന്നു. രാവിലെ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും ഞാൻ മെസ്സേജ് കണ്ടു. പക്ഷെ അതെനിക്ക് അത്ര ആ ചാറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഞാനത് ചെയ്തില്ല. ഇന്നലെ യൂത്ത് കോൺഗ്രസിലെ ഒരു പ്രവർത്തക എൻ്റെ അടുത്ത് വന്നിട്ട് ആ ചാറ്റ് എന്തുകൊണ്ടാണ് എന്നോട് ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞതാണ് എനിക്ക് ഈ വിഷയത്തിലെ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം പുള്ളി ആ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷനെ കുറിച്ചിട്ട് ഈ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ പോയിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളോട് അങ്ങോട്ട് പോയി ചാറ്റ് ചെയ്തു എന്നും ഇതൊരു സ്ഥിരം ശീലമാണെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇത് വലിയ ഗമയായിട്ടാണ് പറയുന്നത്. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിനെ വലിയ ഒരു സംഭവമായിട്ട് കാണുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ചും നമ്മുടെ സ്ത്രീകൾ ഇത്തരം പ്രശ്നങ്ങൾ പറയാൻ നല്ലോണം മടിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇത്തരം മനുഷ്യർ പുറത്ത് പറഞ്ഞുണ്ടാക്കുന്ന കഥകൾ നമ്മുടെ ആൾക്കാർ കൂടെ എന്ന് പറയുന്നത് ആ തുറന്നു പറച്ചിൽ വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അവരുടെ കംപ്ലൈൻറ്റ്. അവർ ശ്രീലങ്കയിലേക്ക് പോകുന്നു, രാഹുൽ മെസ്സേജ് അയക്കുന്നു, ഇത് ശ്രീലങ്കയാണോ എന്ന് ചോദിക്കുന്നു, അങ്ങോട്ടുള്ള പോയി വരേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽസിനെ പറ്റിയൊക്കെ ചോദിക്കുന്നു. നല്ല രീതിയിൽ നല്ല ഒരു ഹെൽത്തി കോൺവെർസേഷൻ അവിടെ നടക്കുന്നു. അത് കഴിഞ്ഞ് അന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞ് അല്ലെങ്കിൽ ആ ചാറ്റ് നിർത്തുന്നു. പിന്നെ വീണ്ടും രാഹുൽ ഒന്നുകൂടെ ചാറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തു എന്ന് പറയുന്നു. അത് കണ്ടപ്പോൾ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരപ്പോൾ തന്നെ ആ ചാറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ രാഹുൽ ഇതേപ്പറ്റി വേറെ ഏതോ ഒരു ഇവരുടെ കൂടെ പ്രവർത്തക, അതായത് രാഹുലിന്റെ കൂടെ ഒക്കെ അല്ലെങ്കിൽ സഹപ്രവർത്തകമായിട്ടുള്ള ആരോടോ പറയുന്നു, ഇതുപോലെ പെണ്ണ് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചതാണ് എന്നുള്ള രീതിയിൽ ചാറ്റൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് അവർക്ക് തോന്നിയത്, അതും കറക്റ്റായിട്ട് ഈ ഡേറ്റിൽ തന്നെ വന്നു. ഇന്നലത്തെ ഡേറ്റിൽ തന്നെ അവർക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റി. ഇതാണ് രണ്ടാമത്തത്, നോട്ട് ചെയ്ത് വെക്കണം. സൈബർ സഖാവാണ്, യുവ എഴുത്തുകാരിയാണ്, പ്രവാസി എഴുത്തുകാരിയാണ്. ഇവിടെ പ്രത്യേകിച്ച് രാഹുൽ പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ രാഹുൽ പഞ്ചാര അടിച്ചതായിട്ടൊന്നും പറയുന്നില്ല. രാഹുൽ ട്രൈ ചെയ്തു, രാഹുൽ ഇവരുമായിട്ടുള്ള ചാറ്റ് വേറെ ആരോ കാണിച്ചു കൊടുത്തു എന്നുള്ളൊരു പരാതിയാണ്. ഇവിടെ ഒരു ക്രിമിനൽ കുറ്റങ്ങളൊന്നുമില്ല. ഏത് മനുഷ്യനായിട്ടുള്ള ആരും ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതവിടെ നിൽക്കട്ടെ. പിന്നെ വന്ന ഏറ്റവും ലാസ്റ്റിലോട്ട് വന്ന ഈ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു വുമൺ, അവരെ എനിക്ക് നിന്നെ റേപ്പ് ചെയ്യാൻ തോന്നുന്നു, റേപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് നിന്നെ ഉപയോഗിക്കണം, അതും കേരളത്തിൽ നിന്ന് വേണ്ട, എനിക്ക് ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഹൈദരാബാദിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് നോക്കാം. പിന്നെ അവർക്ക് തെളിവുണ്ടോ എന്നുള്ളതൊക്കെ അവർ തന്നെ അവരുടെ വാഗുകൊണ്ട് പറയട്ടെ. കേൾക്കും. ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം റേപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. പുറത്ത് പറയണമെന്ന് ഞാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയായിരിക്കും സമൂഹത്തിൻ്റെ പ്രതിഫലനം എങ്ങനെയാണെന്നുള്ളത് ഭയന്നിരുന്നു. അയാൾ വിളിച്ച കോളുകൾ മാത്രമല്ലാതെ വേറെ തെളിവുകളൊന്നുമില്ല. കാരണം അയാൾ വളരെ ബുദ്ധിപൂർവമായ കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത്. അയാൾ ടെലഗ്രാമിൽ ഉൾപ്പെടെ 1 സെൻറ്റിലാണ്. ഒരു പ്രാവശ്യം റീഡ് ചെയ്താൽ പിന്നീട് മെസ്സേജ് അൺസെൻഡ് ആയി പോകുന്ന രീതിക്കാണ്. നിയമപരമായ വശങ്ങൾ അന്വേഷിച്ചിട്ട് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും. അവന്തിക ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ഇപ്പോൾ അവന്തിക പരാതി ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? അയാളുടെ ഭാഗത്തു നിന്ന് ലൈംഗിക വൈകൃതമായ രീതിയിൽ കുറച്ച് മെസ്സേജുകൾ വന്നതിൻ്റെ ഭാഗത്താണ് ഞാൻ ഇത്തരത്തിൽ പ്രതികരിച്ചത്. അയാളുടെ ഭാഗത്തു നിന്ന് സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം റേപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. ഇവിടെ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദ് നമുക്ക് പോകാം, അവിടെ നിന്നെ റേപ്പ് ചെയ്യുന്ന പോലെ നിന്നെ എനിക്ക് ചെയ്യണമെന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടു. കയ്യിൽ തെളിവുകളൊന്നുമില്ല. എന്താ പറയുക, ടെലഗ്രാം ചാറ്റുകളായിരുന്നതുകൊണ്ട് തന്നെ ഒരു റീഡബിൾ ചാറ്റുകളായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയിപ്പോയി. പക്ഷേ കോളുകളുണ്ട്. വാട്സപ്പ് കോളുകളുടെ സ്ക്രീൻഷോട്ടുകളും അതല്ലെങ്കിൽ ഡയറക്റ്റ് കോളുകളുടെ സ്ക്രീൻഷോട്ടുകളൊക്കെ അവരുടെ കയ്യിലുണ്ട്. വളരെ ഈസിയാണ് തെളിയിക്കാൻ. രാഹുലിൻ്റെ നമ്പറാണോ നോക്കിയാൽ മതി. രാഹുലിൻ്റെ നമ്പറാണെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും സമയം രാഹുൽ ഇവരെ വിളിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ വാട്സപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ അല്ലെങ്കിൽ വാട്സപ്പിൽ കോൾ ചെയ്തതിൻ്റെ നമ്പർ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളിങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കണ്ടു, അവരെ കോൾ ചെയ്ത് കണ്ടു, ഇങ്ങനെ എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ടുകൾ കണ്ടു. നമ്പർ രാഹുലിൻ്റെതാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തെളിയിക്കാം. കോൾ റെക്കോർഡ്സ് ഒക്കെ വേണമെങ്കിൽ എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. നമ്മുടെ ഇവർ ത്രൂ എടുക്കാൻ പറ്റില്ല. നമ്മുടെ ടെലിഫോൺ ഓപ്പറേറ്റിംഗ് കമ്പനി ത്രൂ എടുക്കാൻ പറ്റൂല നമുക്ക് റെക്കോർഡ്സ് ഒക്കെ എന്നാലും എനിക്ക് തോന്നുന്നു, അറിയില്ല. ഏതാണ് ഇനി അവർ റെക്കോർഡ് ചെയ്തിട്ടില്ല, അവർ ഇത്രയും കാലങ്ങളായിട്ടൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. ഈ കോൾ കുറച്ച് ചാറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പം അത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് തെളിയിക്കാം രാഹുൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പം ആ കേസും ഒരു തെളിയിക്കാൻ പറ്റാത്ത വലിയ കേസുകളൊന്നും അല്ലാത്തത് കൊണ്ട് അതും അവിടെ അങ്ങനെ വന്നു നിൽക്കുന്നു. അപ്പോൾ ഇത്രയും കേസുകളാണ് ഇന്ന് ഇത്രയും ദിവസം കൊണ്ട് വന്നത്. പിന്നെ ഈ ലാസ്റ്റ് വന്ന ട്രാൻസ്ജെൻഡർ വുമൺ, നമ്മൾ നേരത്തെ സൈബർ സഖാത്തി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവർ ബി ജെ പി നേതാവാണ്, BJP പാർട്ടിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നും കൂടെ അവർ പറയുന്നുണ്ട്. അതുകൂടെ ഒന്ന് കേട്ട് നോക്ക്. അവന്തിക ആ സമയത്ത് പക്ഷേ പാർട്ടിയുടെ എന്തോ ഒരു ചുമതല വഹിച്ചിരുന്നില്ലേ അവന്തിക?
ഇല്ല, ചുമതല ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ BJPയുടെ ഇപ്പോഴും ഞാൻ പാർട്ടിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ആ സമയത്ത് കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളതാണ്. അവന്തിക BJPയിലാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ. അതെ അതെ അതെ. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഈ ഫോൺ സംഭാഷണം നടത്തുമ്പോൾ അവന്തിക BJPയിൽ തന്നെയായിരുന്നു. അതെ, ഞാൻ ഇപ്പോഴും BJPയിലാണ്. അപ്പോഴും BJPയോടുള്ള അനുഭാവം തന്നെയാണ് അപ്പോഴും ഇപ്പോഴും എന്നും. താങ്കളെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ വൈകൃതം BJPയിൽ പ്രവർത്തിക്കുന്ന അവന്തികയെ വിളിച്ചത് രാഷ്ട്രീയമായ എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കാനാണോ? രാഷ്ട്രീയ കാര്യങ്ങൾ വിശദീകരിക്കാനല്ല, എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അയാൾ ചോദിച്ചിരുന്നത്. എവിടെയാണ്, എന്താണ് വിശേഷം, അങ്ങനെ കാഷ്വൽ ടോക്കിംഗ്. ഒരു നിങ്ങൾ കേട്ടല്ലോ, ഒരു വളരെ BJPക്ക് വേണ്ടി BJP പ്രവർത്തകർ തന്നെയാണ് ഈ പറഞ്ഞ ട്രാൻസ് വുമൺ ആയിട്ടുള്ള ഈ ഒരു ലേഡി എന്ന് പറയുന്നത്. അപ്പം ഒന്ന് സൈബർ സഖാത്യം, ഒന്ന് BJP നേതാവും, ഒന്ന് റിപ്പോർട്ടർ സൃഷ്ടിച്ച് വെച്ചിട്ടുള്ള ഒരാളും, നമ്മളങ്ങനെ കാണുന്നത് റിപ്പോർട്ടർ സൃഷ്ടിച്ച് വെച്ചിട്ടുള്ള ഒരാളും, പിന്നെയുള്ള ഒരാൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പാർട്ടിയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ എനിക്ക് കംപ്ലൈൻറ്റുകളൊന്നുമില്ല, എനിക്ക് അത്ര മോശമായിട്ട് എന്നോടും ചെയ്തിട്ടില്ല, ഒരു ഹലോ കാണാൻ കൊള്ളാലോ നല്ലതാണെന്ന് പറഞ്ഞ 2 ചാറ്റുകൾ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമ്മളിങ്ങനെ ഇരിക്കുമ്പം നമ്മൾ ഈ കാർഡടിച്ച് ഇങ്ങനെ വെട്ടിവെക്കുന്ന പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പല നേതാക്കന്മാരും പണ്ടേ നിർത്തി പോകേണ്ടതായിരുന്നു. നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ വിഷയവും കാര്യങ്ങളും, സരിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രം ഉണ്ടായതും കമ്മ്യൂണിസ്റ്റുകാർ മൊത്തം യൂസ് ചെയ്ത അവസാനം ഉമ്മൻചാണ്ടിയുടെ തലയിൽ കൊണ്ടുവച്ച് ആ മനുഷ്യൻ മരിച്ച് കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷം അത് അവരുടെ സൃഷ്ടിയായിരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൃഷ്ടിയും അല്ല അവരുടെ കീപ്പും അവർ കൊണ്ടു നടന്ന പെണ്ണുമായിരുന്നു എന്നുള്ളതും കോൺഗ്രസ് പാർട്ടി തന്നെ പല ആൾക്കാരും അതിനെ സപ്പോർട്ട് ചെയ്ത്, ചില മന്ത്രിപുത്രന്മാരും ചില മന്ത്രിമാരായിട്ടുള്ള ചില വെട്ടാപളിയന്മാരും ഒക്കെ അതിന് പിന്നിലുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി മനസ്സാവാച അറിയാത്തൊരു കാര്യമായിരുന്നു എന്നുള്ളത് നമ്മൾ പുറത്തോട്ട് വന്നു. ഒരു ഇലക്ഷൻ ആവുന്ന സമയത്ത് ഇങ്ങനത്തെ പല സംഭവങ്ങളും, ഇങ്ങനത്തെ പല പെണ്ണുകഥകളും ഉണ്ടാക്കാൻ എന്നും നമ്മുടെ അന്തം കമ്മികൾ എന്നും മുന്നോട്ട് വരാറുണ്ട്. അവർ ആ സമയത്ത് വിജയിക്കാറുണ്ട്, പിന്നേക്കാണ് പുറത്തോട്ട് വരാറ്. ഈവൻ നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം കേസാണെങ്കിലും നമുക്കറിയാം, അങ്ങനെ റജീന എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിന് ഉണ്ടാക്കിയതും കൊണ്ടുവന്നതും നടന്നതും കൂടെ എല്ലാ പരിപാടിയും ചെയ്തിട്ട് അവസാനം അച്യുതാനന്ദന്റെ കാലത്ത് തന്നെ കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം ഇല്ല, കുഞ്ഞാലിക്കുട്ടിക്ക് ക്ലീൻ ചീറ്റ് കൊടുത്ത് ഒഴിവാക്കേണ്ടി വന്നത് നമുക്കറിയാം. പിന്നെ ഏറ്റവും അവസാനം ഇപ്പം കുറച്ചു കാലം മുമ്പ് നമ്മുടെ പല ശശിമാരും അങ്ങനത്തെ പല ആളുകളും ഈ ഫ്ലൈറ്റിൽ നിന്ന് പെണ്ണ് കയറി പിടിച്ചതും, അതല്ലാണ്ട് ചില MLA-മാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് പെണ്ണുങ്ങളെ പല ഫ്ലാറ്റുകളിൽ പോയിട്ട് പല സ്ഥലത്തുനിന്ന് ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേസെടുക്കാതെ പോയതും, അങ്ങനത്തെ പല കഥകളും നമ്മൾ കേട്ടു, പല കാര്യങ്ങളും നമ്മൾ കേട്ടു. അതൊക്കെ കേട്ട് ഒരാഴ്ച 2 ആഴ്ച 3 ആഴ്ച പോയ കഥകൾ കഴിഞ്ഞപ്പം അതൊന്നും സത്യമല്ല എന്നുള്ള കഥകളും പുറത്തോട്ട് വന്നു. ഇത്രയും കഥകൾ ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടും കേട്ടും ഇരുന്നതുകൊണ്ട്, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവ നേതാവ് ആയതുകൊണ്ടും ഇത്രയും പെട്ടെന്ന്, വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്ട്രോങ് വേരുകൾ കോൺഗ്രസ്സിൽ വരുത്തിയതും, അതുപോലെ തന്നെ പല നേതാക്കൾക്ക്, പല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരെയും അല്ലെങ്കിൽ നമ്മുടെ ഇരട്ടച്ചങ്കനെതിരെയൊക്കെ വളരെ രൂക്ഷമായിട്ട് തന്നെ അവരുടെ കൊള്ളരുതായ്മകൾ പുറത്ത് പറഞ്ഞതുകൊണ്ടും, ഇപ്പം 8 മാസം കൊണ്ട് അടുത്ത ഇലക്ഷൻ വരുന്നത് കൊണ്ടും, പിന്നെ നമ്മുടെ പാലക്കാട് നമ്മുടെ BJPയുടെ സ്വന്തം സംഘികളുടെ തട്ടകം അവർ ഈസി ആയിട്ട് കയ്യിൽ കിട്ടും എന്ന് വിചാരിച്ച തട്ടകത്തുനിന്ന് ഒരു വളരെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ആ സ്ഥലം പിടിച്ചെടുത്തത് കൊണ്ടും, പിന്നെ ഇപ്പൊ പരാതിക്കാരായിട്ടുള്ള വന്നിട്ടുള്ള ഒരാൾ സൈബർ സഖാവും, ഒരാൾ നല്ല ഒന്നാന്തരം സംഘ നേതാവും, മറ്റൊരാൾക്ക് റിപ്പോർട്ടറിന്റെ ചാനൽ, റിപ്പോർട്ടറിന്റെ നമ്മുടെ അരുണും റോഷിവാലിനും ഒക്കെ എത്രത്തോളം ദേഷ്യമുണ്ട് കോൺഗ്രസ്സുകാരുണ്ട്, പ്രത്യേകിച്ച് രാഹുലിനോട് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ അത്രയും കയ്യിലൊക്കെ വെച്ചിട്ട് ഇവരാണ് മുൻപന്തിയിൽ, ഈ പറഞ്ഞ എല്ലാ പ്രകടനത്തിനും മുൻപന്തിയിൽ ഉള്ളത് കൊണ്ടും ഈ കേസിന്റെ കാര്യങ്ങൾ ഒറ്റയടിക്ക് നമുക്ക് ഇതിനൊരു തീരുമാനം അല്ലെങ്കിൽ നമുക്കൊരു വീഡിയോ കൺക്ലൂഷൻ പറയാനൊന്നും പറ്റില്ല, നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഒരാളെ ഡയറക്റ്റ് അങ്ങ് ക്രൂസിഫൈ അല്ലെങ്കിൽ ക്രൂശിക്കാനൊക്കെ വേണ്ടിയിട്ട്, അതിനുള്ള സമയമൊന്നും ഇപ്പോൾ ആയിട്ടില്ല. അപ്പം കാത്തിരുന്ന് തന്നെ